ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, നമ്മുടെ മുഖത്തുണ്ടാവുന്ന അനാവശ്യ രോമങ്ങൾ, ഫേഷ്യൽ ഹെയർ നമുക്ക് എങ്ങനെ കളയാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ചെറുപ്രായത്തിലൊക്കെയാണ് പിള്ളേർക്ക് അധികമായിട്ടും ഈ നെറ്റി, ഈ സൈഡ് ഭാഗത്ത്, അതുപോലെ മേൽചുണ്ടിൽ ഒക്കെ ഇങ്ങനെ താടിയിലൊക്കെ നനുനനുത്ത രോമങ്ങൾ ചിലർക്ക് കാണും. ചിലർക്ക് അപ്പർ ലിപ്പിലൊക്കെ നല്ല കട്ടിക്ക് രോമങ്ങളൊക്കെ കാണും കേട്ടോ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട്, അതായത് ഒരു 10-25 വയസ്സ് കഴിഞ്ഞിട്ട് ഈ അനാവശ്യ രോമങ്ങൾ, അതായത് അപ്പർ ലിപ്പിലും താടിയിലൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഗൈനക്കിനെ കണ്ട് ടെസ്റ്റ് ചെയ്യണം. അത് ഒരു നമ്മുടെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടോ ഇല്ലേ, ഉണ്ട് എന്നുള്ളതിനുള്ളൊരു സിംറ്റമാണെന്ന് അത് പറയണത്. ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ താടിയിലും അപ്പർ ലിപ്പിലും ഒക്കെ കറുത്ത വലിയ ഹെയർ വരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എനിക്കത് പല അനുഭവങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓർത്തപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അനാവശ്യ രോമങ്ങൾ എങ്ങനെ നമുക്ക് കളയാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന പാക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അനാവശ്യ രോമങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരുവിധമായ എല്ലാ പ്രശ്നങ്ങൾക്കും, ആ ചെറുപ്രായത്തിലുണ്ടാവുന്ന സൺ ടാൻ, അതുപോലെ മുഖക്കുരു, പിന്നെ ഡിസ്കളറേഷൻ തുടങ്ങിയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്കും ഞാൻ ഈ പറയുന്ന പാക്കുകൾ നല്ലതാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഒരു ദിവസം ഇട്ട് പിറ്റേന്ന് മുഖത്ത് ഫേഷ്യൽ ഹെയർ ഒക്കെ പോകുമെന്ന് ഞാൻ പറയില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒത്തിരി ഹെഡിങ് കാണാറുണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് നോക്കൂ, നാളെ തന്നെ നിങ്ങളുടെ മുഖത്തെ രോമങ്ങളൊക്കെ പോകുന്നു ഞാൻ ഒരിക്കലും പറയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ വളരുന്ന ഒന്നാണ് ഹെയറും നഖവും ഒക്കെ. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിതൊരു യൂസ് കൊണ്ടൊന്നും നമുക്ക് മാറില്ല. പക്ഷേ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാം. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതിൻ്റെ ഗ്രോത്ത് കുറഞ്ഞ് ഗ്രാജ്വലി നമുക്ക് ഈ ഒരു പ്രശ്നം മറികടക്കാൻ സാധിക്കും. അല്ലാണ്ട് ഒറ്റ യൂസ് കൊണ്ടൊന്നും ഇത് ചെയ്യില്ല. കാരണം എന്താണെന്നോ, ഞാനിത് ഇനി താഴെ ഒത്തിരി കമൻസ് വരും, ഇത് എത്ര നാൾ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് പാക്കിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന പാക്ക് എഗ് വൈറ്റിൻ്റെയാണ്. എഗ് വൈറ്റ്, അതുപോലെ കോൺ സ്റ്റാർച്ച്, നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടും കോൺ സ്റ്റാർച്ച്, പിന്നെ നമ്മുടെ പഞ്ചസാര, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എഗ്ഗ് നന്നായിട്ട് മഞ്ഞ മാറ്റിയിട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക്, അപ്പം നിങ്ങൾ എത്രയും നിങ്ങളുടെ അളവ് എടുക്കണേ. ഇപ്പം നിങ്ങൾ ഈ 2 സൈഡ് അല്ലെങ്കിൽ അപ്പർ ലിപ്പൊക്കെ മാത്രം ഇടുന്നുണ്ടെങ്കിൽ, അങ്ങനെ പിന്നെ ഹെയർ ഉള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എഗ് വൈറ്റ് ഇപ്പോൾ 2 സ്പൂൺ എടുത്ത് അത് കോൺ സ്റ്റാർച്ച് അതിനകത്ത് ഇടുക. കോൺ സ്റ്റാർച്ച് ഇടുമ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് കോൺ സ്റ്റാർച്ച് ഇട്ടുക, പഞ്ചസാര ഇടുക, ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ നല്ലതാണ്. അല്ലെ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങളുടെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് മുഖം മുഴുവനും നിങ്ങൾക്ക് ഇടാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ കാര, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകുന്നതിന് നല്ലതാണ് ഈ പാക്ക്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളത് പീൽ ചെയ്യാണ് ചെയ്യേണ്ടത്, വാഷ് ചെയ്ത് കളയല്ല കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ, അപ്പം നന്നായിട്ട് ഉണങ്ങണേ, എന്നിട്ട് വേണം നമുക്ക് പീൽ ചെയ്യാം. അപ്പോൾ പീൽ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എങ്ങനെ ഇട്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇത് ഇട്ടു ഇങ്ങനെയാണല്ലോ ഇപ്പം മിക്കവാറും എല്ലാവരും ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എതിർ ദിശയിലേക്ക് ഇങ്ങനെ, ഇപ്പം ഹെയർ ഉള്ളിടത്ത് പ്രത്യേകിച്ചിട്ടോ, ബാക്കിയുള്ളിടത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പീൽ ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ ഹെയർ ഉള്ളെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പീൽ ചെയ്യണം, എതിർ ദിശയിലേക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ വേദന ഉണ്ടാവും കേട്ടോ, അത് കണക്കാക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് ആഴ്ചയിലൊരു 3 ദിവസം ഇത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം, ഇതിൻ്റെ ഗ്രോത്ത് കുറയും, പിന്നെ നനുനനുത്ത രോമങ്ങളൊക്കെ പോവുകയും ചെയ്യും. പിന്നെ അത് കൂടുതലായിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ പറയില്ല ആർത്തു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രോമങ്ങളൊക്കെ നമുക്ക് കളയാൻ സാധിക്കും. വലിയ രോമങ്ങളുടെയൊക്കെ റൂട്ട് അടക്കം റൂട്ടൊക്കെ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് കുറയും, അതാണ് അതിൻ്റെ ഒരു വേർഡ് കേട്ടോ. ഇതാണ് ആദ്യത്തെ പാക്ക്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഫേഷ്യൽ ഹെയർ പോകുന്നതിന് മാത്രമല്ല, നമ്മളെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോകുന്നതിനും സൺ ടാൻ പോകുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. മുഖം ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഇനി അടുത്തൊരു പാക്ക് പറയട്ടെ, അത് അരിപ്പൊടിയാണ്. അരിപ്പൊടി
അതുപോലെ മഞ്ഞൾപ്പൊടിയും പാലുമാണ്. അപ്പോൾ 2 സ്പൂൺ അരിപ്പൊടി എടുക്കുക, അത് മിക്സ് ചെയ്യാൻ, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാല്, കാച്ചാത്ത പാലായിരിക്കും നല്ലത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ഈ പാക്ക് ഇടാം കേട്ടോ. ഈ പാക്ക് ഇടുമ്പോഴും ഞാൻ പറഞ്ഞോട്ടെ, നാളെ തന്നെ പോകില്ല. ഇത് ഗ്രാജ്വലി നിങ്ങളുടെ ഹെയറിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുന്ന പാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ഈ പാക്ക് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പീൽ ചെയ്യാണ്, ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ മഞ്ഞളും അരിപ്പൊടിയൊക്കെ ചെല്ലുമ്പോൾ നല്ല ഒന്നാന്തരം സ്ക്രബ് കൂടെയാണ് അരിപ്പൊടി. അപ്പോൾ ഈ അനാവശ്യ രോമങ്ങളുടെ ഗ്രോത്ത് കുറയുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒന്നാണ് പറഞ്ഞു തരുന്നത്. ഇത് സ്ക്രബ് ചെയ്യാനുള്ളതാണ്, അതായത് പാക്കല്ല കേട്ടോ. സ്ക്രബ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാ പിന്നെ അപ്പർ ലിപ്പ് താടിയിലൊക്കെ രോമങ്ങളുള്ളിടത്ത് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായത് എന്താണെന്നോ, മെഴുകാണ് നമുക്ക് വേണ്ടത്. 1 നെല്ലിക്ക വലിപ്പത്തിൽ മെഴുകെടുക്കുക. ഈ മെഴുക് നമ്മളൊന്ന് ചൂടാക്കണേ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതൊന്ന് ഉരുക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഉരുകി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത്, ഇത് കട്ടയാവണേക്കാളും മുന്നേ ഇത് ഇറക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുത്ത് അവിടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ, നെല്ലിക്ക വലിപ്പത്തിൽ ഉരുട്ടിയെടുത്ത് അവിടെ വെച്ചേക്കാം. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾ ഈ മെഴുകെടുത്ത് ഈ ഇപ്പം ഹെയറിൻ്റെ എതിർ ദിശയിലേക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇത് റെഗുലറായിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാനിത് പറഞ്ഞു കൊടുത്ത് ഒത്തിരി പേർക്ക് ക്ഷമ വേണം കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം, പിന്നെ ഇത് എല്ലാ ദിവസവും എടുത്ത് സ്ക്രബ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇച്ചിരി സമയം ക്ഷമയൊക്കെ വേണം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ മെഴുക് വെച്ചുള്ള ഈ ടിപ്പ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യണം. അപ്പോൾ അത് ഗ്രാജ്വലി ഇതിൻ്റെ ഗ്രോത്ത് പോകും. ഒരു 5-6 മാസം കൊണ്ട് തന്നെ, 6 മാസമൊന്നും വേണ്ട, ഒരു 2-3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഗ്രോത്ത് കുറയണത് വിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 പാക്കും ഒരു മെഴുക് വെച്ചൊരു സ്ക്രബുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫേഷ്യൽ ഹെയർ പോകുന്നതിന് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പാക്കുകൾ കളർ കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. പിന്നെ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പറയട്ടെ, ഒത്തിരി പേരുണ്ടല്ലോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. പിന്നെ സ്ഥിരമായിട്ട് കാണുന്നവർ ചെയ്യേണ്ട എന്താണെന്നോ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് തുറന്നു നോക്കണം. ചില ദിവസം നിങ്ങൾക്ക് അത് നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളതൊന്ന് തുറന്ന് നോക്കണം. എന്നാലാണ് എനിക്ക് ലൈക്ക് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.